മറുനാടൻ്റെ പത്രാധിപർ സാജൻ അദ്ദേഹം പറഞ്ഞത്, ഞാനും എൻ്റെ നാട്ടിലാണത് നടന്നത്. ഞങ്ങളുടെ പള്ളിയിൽ ഗാനമേള സമയത്ത് പള്ളിക്കെട്ട് ശബരിമലയ്ക്കുള്ള പാട്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഓം ഈശവേ നമ, ഓം ക്രിസ്തവേ നമ, ഓം മുഹമ്മദേ നമ എന്ന് ജപിക്കാൻ പറ്റുമോ? അത് മതേതരത്വത്തിന് വേണ്ടി ജപിക്കാൻ പറ്റുമോ? ഓരോ അക്ഷരവും സൃഷ്ടിക്കുന്ന ചില തരംഗ വ്യവസ്ഥയുണ്ട്, അത് സൃഷ്ടിക്കുന്ന ഒരു ഊർജ്ജമുണ്ട്. നിങ്ങൾ രാ 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 എന്ന് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ചൂടാവും. അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസ് നല്ല കയ്യടിയായിരുന്നു. അമ്പല കമ്മിറ്റിക്കാർക്കൊരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അപ്പോൾ ഹിന്ദുവിൻ്റെ ഭൂമി ക്രിസ്ത്യാനിയാക്കി മാറ്റിയിട്ട് ഹിന്ദുവിന് എന്തോ സഹായം ചെയ്യുന്നു എന്നുള്ള തോന്നൽ അത് ക്രിസ്ത്യാനിക്കല്ല ഉള്ളത്, ഹിന്ദുവിനാണുള്ളത് എന്ന് പറയുന്നാൽ ഇവനൊക്കെ മരക്കഴുതകളാണ്. അതിനുള്ള ഒരു ഒറ്റ ഉദാഹരണമാണല്ലോ, ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമാണല്ലോ ഒരു മരക്കഴുതയുണ്ടല്ലോ. ഞാൻ ശബരിമല തന്ത്രിയുടെ ബന്ധുവാണെന്ന് പറഞ്ഞിരുന്നവരുണ്ടല്ലോ. ഇവിടെ ആരെന്ത് സത്യം പറഞ്ഞാലും ധർമ്മം പറഞ്ഞാലും ശരി, അതിനപ്പുറത്തേക്കൊന്ന് പറഞ്ഞിട്ട് ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളതാണ്. മറ്റൊരു മുസ്ലിം സഹോദരൻ കല്യാണം കഴിക്കും. വീട്ടുകാർ പറയുന്നു പ്രായമായിട്ടില്ല, പക്ഷേ നേതാക്കന്മാർ പറയുന്നു പ്രായമായി. ആരാണ് ഇതിൻ്റെ തന്ത എന്നുള്ളതിന് സംശയം നമുക്ക് വരേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അവനവൻ്റെ മക്കൾക്ക് സംഭവിക്കുമ്പോഴും മാത്രമേ ഈ നേതാക്കന്മാർക്ക് മനസ്സിലാവൂ. ചില നേതാക്കന്മാർക്കൊക്കെ അടുത്ത കാലത്ത് മനസ്സിലായിട്ടുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞു. ഇതിൻ്റെ അർത്ഥം എന്താ? നാരായണ ഗുരുദേവൻ അറിഞ്ഞൂടെ അദ്ദേഹത്തിൻ്റെ ശരീരം പോലും 5 ജാതി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അദ്ദേഹം ഒന്ന് മുമ്പോട്ട് നോക്കുമ്പോൾ അദ്ദേഹം കാണുന്നില്ലേ പല ജാതിയിലുള്ള മരങ്ങൾ? ഞങ്ങൾക്ക് 7 സീറ്റ് വേണം എന്ന് പറയാനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായി? ഞങ്ങൾക്ക് സീറ്റ് കൂടി വരുമ്പോൾ പിന്നെ ഞങ്ങളാണ് ഭരിക്കുന്നത്. ഇന്നും ഈ ജന്തുക്കളെന്ന് പറയുന്ന ഹിന്ദുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ കണ്ടാലെങ്കിലും കണ്ണ് തുറക്കും. നിങ്ങൾ ഈഴവനായി നിന്നോ, നിങ്ങൾ നായരായി നിന്നോ, പൊലയനായി നിന്നോ, പറയനായി നിന്നോ, ആർക്കും ഇവിടെ ഒരു പ്രശ്നവുമില്ല. മറുനാടൻ്റെ പത്രാധിപർ സാജൻ അദ്ദേഹം പറഞ്ഞത്, ഞാനും എൻ്റെ നാട്ടിലാണത് നടന്നത്. ഞങ്ങളുടെ പള്ളിയിൽ ഗാനമേള സമയത്ത് പള്ളിക്കെട്ട് ശബരിമലയ്ക്കുള്ള പാട്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെയാണ് ഒരു ഭജന, സമ്പ്രദായ ഭജന അദ്ദേഹം കണ്ടത്. നമ്മൾ പള്ളിയിൽ പാട്ട് കുർബാനയുണ്ട്. പാട്ട് കുർബാനയെ അവർ വലിയ ആ മതത്തിൻ്റെ ചട്ടക്കൂടിനകത്ത് നിർത്തിക്കൊണ്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ സമ്പ്രദായ ഭജനയും കാണുന്നത്. ഞാനും ഭജനയ്ക്ക് വന്ന ഒരാളാണ്. അപ്പോൾ ഈ സമ്പ്രദായ ഭജനയ്ക്കും നമ്മുടേതായിട്ടുള്ള സംസ്കാരത്തിൻ്റെയും നമ്മുടെ കുറേ അച്ചടക്കവും ചിട്ടയും എല്ലാം ഉണ്ട്. ഇവിടെയും ഭജനയാണ്. അങ്ങയുടെ ആശ്രമത്തിലും ഇത് തന്നെയാണ് ഉള്ളത്. നോക്കൂ, ഇതെങ്ങനെ അവർക്ക് പറയാൻ കഴിയും? നോക്കൂ, അത് അജ്ഞാനമാണ്, അറിവില്ലായ്മ 1, സ്വജനപക്ഷപാതം 2. മനസ്സിലായില്ലേ? പിന്നെ എന്തൊരു സോഷ്യലിസത്തിൻ്റെ ഒരു സന്ദേശം, ഇതാണ് ഇന്നതുപോലെയാണ് എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ ഇന്നത് പറഞ്ഞാലാണ് എന്നെ കൂടുതൽ ജനങ്ങൾ അംഗീകരിക്കുന്നത് എന്നുള്ളൊരു ചിന്താഗതി മറ്റൊരു ഭാഗത്ത്. ഇവിടെ വളരെ വ്യക്തമാണ്. ക്ഷേത്രമെന്ന് പറയുമ്പോൾ, ക്ഷേത്ര ആചാരമെന്ന് പറയുമ്പോൾ ശ്രീകോവിലിനകത്ത് നിന്ന് ആ ചുറ്റമ്പലത്തിനുള്ളിൽ ആ കോമ്പൗണ്ടിൽ മുഴുവൻ നിൽക്കുന്ന ഒരു കാര്യമാണ് ക്ഷേത്ര ആചാരത്തിൻ്റെ ചില സന്ദേശങ്ങളും ചില ചിട്ടവട്ടങ്ങളും. അവിടെ ഇപ്പം അകത്ത് നിന്ന് മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് തന്ത്രി, അല്ലേ? ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, അല്ലെ? ഓം നമ ശിവായ, ഓം നമ ശിവായ എന്ന് ജപിക്കുകയാണ്. ഓം ഈശവേ നമ, ഓം ക്രിസ്തവേ നമ, ഓം മുഹമ്മദേ നമ എന്ന് ജപിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് മതേതരത്വത്തിന് വേണ്ടി ജപിക്കാൻ പറ്റുമോ? പറ്റില്ല. ജപിക്കുന്നത് ശരിയാണോ? ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല എന്ന് പറഞ്ഞാൽ, മന്ത്രം എന്ന് പറയുന്നതും ഒരു വാക്ക് എന്ന് പറയുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ബീജാക്ഷരങ്ങളുള്ളതാണ് മന്ത്രങ്ങൾ. ഓരോ ബീജാക്ഷരത്തിനുണ്ടാകുന്ന, ജപിച്ചാലുണ്ടാകുന്ന ഇമ്പാക്റ്റ്, അതിൻ്റെ എഫക്റ്റ് എന്താണ് എന്ന് ഇന്ന് ശാസ്ത്രം പോലും തെളിയിച്ചിരിക്കുന്നു. ആ എന്ന് ഉച്ചരിച്ചാൽ ഉണ്ടാകുന്ന ഇഫക്റ്റ് അല്ല ഈ എന്ന് പറയുമ്പോഴുള്ളത്, അതല്ല ഊ. മനസ്സിലായില്ലേ? ഓരോ അക്ഷരവും സൃഷ്ടിക്കുന്ന ചില തരംഗ വ്യവസ്ഥയുണ്ട്, അത് സൃഷ്ടിക്കുന്ന ഒരു ഊർജ്ജമുണ്ട്. മനസ്സിലായി? അതിൻ്റെ ഫ്രീക്വൻസി വ്യത്യാസമുണ്ട്. ഓരോ ലെറ്ററുകളും പ്രതിനിധാനം ചെയ്യുന്ന ഭൂതങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഭൂതം മീൻസ് പഞ്ചഭൂതങ്ങളിൽപ്പെട്ടത്. ഇപ്പം രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിബീജമാണ്. നിങ്ങൾ രാ 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 എന്ന് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ചൂടാവും. മനസ്സിലായില്ലേ? രാ രാ എന്ന് പറഞ്ഞതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഊഷ്മാവെന്ന് പരിശോധിക്കൂ. രാ രാ എന്ന് 20 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം നോക്കൂ, എന്താണ് രാ? അഗ്നിബീജം. രാ എന്ന് പറയണമെങ്കിൽ തന്നെ അവിടെ ഒരു ഫ്രിക്ഷൻ നമ്മുടെ വായ്ക്കുള്ളിൽ ഉണ്ടാവണം. ഫ്രിക്ഷൻ കൂടാതെ രാ പറയാൻ പറ്റുമോ? നാക്ക് എവിടെയോ ഉരസുന്നത് കൊണ്ടല്ലേ ആ രാ എന്നുള്ളൊരു ശബ്ദം വന്നത്.
രണ്ട് ലോഹങ്ങൾ നമ്മൾ ഉരസുമ്പോൾ, മരം ഉരസുമ്പോഴും എന്തായാലും ഉരസുമ്പോൾ എന്താ പറ്റുന്നത്? ചൂട്, അഗ്നി ഉണ്ടാകുന്നു. എങ്ങനെയാണ് യാഗത്തിന് അഗ്നി ഉണ്ടാക്കുന്നത്? തീപ്പെട്ടി ഉരച്ചിട്ടല്ല, അരണി കടഞ്ഞ് ഫ്രിക്ഷനാണ് അവിടെ സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം രാ എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അഗ്നി ആയതുകൊണ്ടാണ് രാ അഗ്നിബീജം എന്ന് പറയുന്നത്. ഇപ്പം രാമൻ എന്ന് പറയുന്നതിന് മാറ്റം കോമൻ എന്ന് പറഞ്ഞാൽ ഗുണമുണ്ടാവില്ല. രായിൽ നിന്ന് കിട്ടുന്നതല്ല കോയിൽ നിന്ന് കിട്ടുന്നത്. രാമൻ എന്ന് പറയുന്നതിന് വാമൻ എന്ന് പറഞ്ഞാൽ പോരാ. മനസ്സിലായില്ലോ? അതുപോലെ രാമൻ എന്ന് പറയുന്നതിന് പകരം യേശു എന്ന് പറഞ്ഞാലും പോരാ, നബി എന്ന് പറഞ്ഞാലും പോരാ. അപ്പോൾ ഒരു അസുഖമുണ്ടെങ്കിൽ ആ അസുഖത്തിന് ചികിത്സിക്കുന്നതിനുള്ള മരുന്ന് പ്രത്യേകിച്ച് ചേരേണ്ട കാര്യങ്ങൾ ചേരേണ്ട രീതിയിൽ ചേർത്ത് വരുമ്പോഴാണ് ആ ഫലമുണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ ഒരു മരുന്ന് ഒരു മൂലകത്തിന് പകരം, ഒരു ഇൻഗ്രീഡിയൻറ്റിന് പകരം വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്താൽ ശരിയാവുമോ? ശരിയാവില്ല. ഇതൊക്കെ സാമാന്യ ബുദ്ധിയുള്ള ഹിന്ദുവിന് മനസ്സിലാവണ്ടേ? തീർച്ചയായിട്ടും. മനസ്സിലായില്ലേ? ഇപ്പോൾ കൃഷ്ണഭക്തനായിട്ടിരുന്ന് ഈ ഭജന കേൾക്കുന്ന ഒരാളിനെ പെട്ടെന്ന് ഇപ്പോൾ യേശുവിൻ്റെ ആകട്ടെ അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ കേൾക്കുമ്പോൾ ആ ഒരു രീതിയിലേക്ക് പോകാൻ പറ്റില്ല. എൻ്റെ ഫ്രീക്വൻസി രണ്ടാണ്, അതിൻ്റെ വേവ് ലെങ്ത് രണ്ടാണ്. അവർ പറയുന്ന അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസ് നല്ല കയ്യടിയായിരുന്നു, അമ്പല കമ്മിറ്റിക്കാർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഹിന്ദുക്കൾക്ക് തന്നെയാണ് പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അറിവില്ലായ്മയുടെ ഒരു പ്രശ്നം. അവർ പറഞ്ഞത് എന്താണ്? അവരുടെ പള്ളി കോമ്പൗണ്ടിൽ നമ്മുടെ കാറുകൾ പാർക്ക് ചെയ്യാൻ സ്ഥലം തന്നതുകൊണ്ട് നമുക്കിത് പാടാം, കുഴപ്പമില്ല, സൗഹാർദ്ദമാണ്. ചേട്ടാ, ഈ കേരളത്തിൽ ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം ആലോചിക്കണം. ഒരു മുസ്ലിമും ഉണ്ടായിരുന്നില്ല. മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ കടന്നു വന്നത് ഈ കേരളത്തിലാണ്. അവർക്കിവിടെ ഭൂമി ഉണ്ടായിരുന്നില്ല. ഇവർ പള്ളി വയ്ക്കാൻ കാറ് കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ ഭൂമി മുഴുവൻ കൊടുത്തത് ആരാ? ഇവിടുത്തെ ഹിന്ദുവാണ്, അല്ലേ? അതെ. അപ്പോൾ ഹിന്ദുവിൻ്റെ ഭൂമി ക്രിസ്ത്യാനിയാക്കി മാറ്റിയിട്ട് ഹിന്ദുവിന് എന്തോ സഹായം ചെയ്യുന്നു എന്നുള്ള തോന്നൽ അത് ക്രിസ്ത്യാനിക്കല്ല ഉള്ളത്, ഹിന്ദുവിനാണുള്ളത് എന്ന് പറയുന്നാൽ ഇവനൊക്കെ മരക്കഴുതകളാണ്. ആ വാക്കേ നമുക്ക് പറയാൻ ഒക്കൂ. കഴുത ഇനി കേസ് കൊടുക്കും എൻ്റെ പേരിലെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട്. മനസ്സിലാവുണ്ടോ? ഓരോന്നിനും ഓരോ ധർമ്മമില്ലേ? ഇപ്പം ചമ്മന്തി അരയ്ക്കുമ്പോൾ ചമ്മന്തിയിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് അറിയില്ലേ? അതിന് വിരുദ്ധമായിട്ട് മറ്റൊന്ന് അതിൽ ചേർത്താൽ എങ്ങനെ ഇരിക്കും? അതെ. മനസ്സിലായി? അടുക്കളയിൽ ഒരുപാട് സാധനം ഉണ്ടാവും. ആ സാധനം എടുത്ത് വേറെ ഒന്നിലും നമുക്ക് ചേർക്കാം. എനിക്ക് ഒരു സംശയം, ഈ അമ്പലത്തിന് വെളിയിൽ പോയി യേശുവിൻ്റെ ഭക്തിഗാനം പാടാം, നമുക്കും പാടാം. ഞാനതല്ല പറഞ്ഞു. ഈ സമ്പ്രദായ ഭജൻസിന് ഉള്ള പ്രത്യേകതകൾ ഈ സാധാരണ ഹിന്ദുവിനോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കോ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു വിവാദങ്ങൾ അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നത്? നോക്കുന്നു, എതിർക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളതാണ്. രണ്ട്, താൻ നിലനിൽക്കുന്ന പ്രസ്ഥാനം ഞാൻ എന്തു പറഞ്ഞാലാണ് എന്നെ അംഗീകരിക്കുക. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പ്രത്യേക ശ്രദ്ധ എന്നിലേക്ക് വരാൻ ഞാൻ എന്തു പറഞ്ഞാൽ കഴിയും. അതിനുള്ള ഒറ്റ ഉദാഹരണമാണല്ലോ, ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമാണല്ലോ ഒരു മരക്കഴുതയുണ്ടല്ലോ. ഞാൻ ശബരിമല തന്ത്രിയുടെ ബന്ധുവാണെന്ന് പറഞ്ഞിരുന്ന ഒരുത്തുണ്ടല്ലോ. ഇവിടെ ആര് എന്ത് സത്യം പറഞ്ഞാലും ധർമ്മവും പറഞ്ഞാലും ശരി, എന്ത് സത്യവും ധർമ്മവും ന്യായവും പറഞ്ഞാലും ശരി, അതിനപ്പുറത്തേക്കൊന്ന് പറഞ്ഞിട്ട് ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളതാണ്. ഇപ്പം ഏറ്റവും അവസാനമായി കണ്ടത് ഏതാണ്? നമ്മൾ ഇവിടെ ഒരു വിവാഹം നടന്നല്ലോ. എന്ത് വിവാഹം? മറ്റേ മതസൗഹാർദ്ദ വിവാഹം. ദല്ലാളന്മാരായി നിന്നത് ആരാ? ഇവിടുത്തെ മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കന്മാരുമാണ്. 16 വയസ്സ് മാത്രമായ ഒരു കുട്ടിയാണ്, അല്ലേ? അങ്ങനെ 16 വയസ്സായ ഒരു കുട്ടിയെ അവന് തെറ്റായ പ്രൂഫുകൾ ആധാർ കാർഡുമൊക്കെ വ്യാജമായി സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ വന്ന്, അല്ലേ, മറ്റൊരു മുസ്ലിം സഹോദരൻ കല്യാണം കഴിക്കുന്നു. വീട്ടുകാർ പറയുന്നു പ്രായമായിട്ടില്ല, പക്ഷേ നേതാക്കന്മാർ പറയുന്നു പ്രായമായി. ആരാണ് ഇതിൻ്റെ തന്ത എന്നുള്ളതിന് സംശയം നമുക്ക് വരേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇതെങ്ങനെ തള്ള എന്നും അറിയാൻ പറ്റുന്നില്ല. ആധാർ കാർഡ് തിരുത്താൻ പറ്റൂ? ആധാർ കാർഡ് തിരുത്തുന്നതല്ലല്ലോ, ആധാർ കാർഡ് പുതുതായിട്ട് സൃഷ്ടിക്കാം. വ്യാജ ആധാർ കാർഡാണ്. അതിനൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ഒരുപാട് പാർട്ടിക്കാർക്ക് എങ്ങനെയാണ് LLB സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത്? ഒരുപാട് പാർട്ടിക്കാർക്ക് പല ഡോക്ടറേറ്റും കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ സർട്ടിഫിക്കറ്റ് വ്യാജമായിട്ട് എന്താ ഉണ്ടാക്കാത്തത്? ഇവിടെ എല്ലാം ഇവിടെ നടക്കും. ഞാൻ പറഞ്ഞത് എന്താണ്? ഹിന്ദുവിനെ ആക്ഷേപിക്കാൻ ഏത് വേദിയും ഏത് സാഹചര്യങ്ങളും ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് മന്ത്രിമാരും നേതാക്കന്മാരും വന്ന് ദല്ലാളിൻ്റെ പണിയെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കാരണവരുടെ അമ്മാവൻ്റെ പണിയെടുത്തുകൊണ്ട് ഇതാ ഞങ്ങൾ മതസൗഹാർദ്ദത്തിൻ്റെ വക്താക്കളാണ്. വല്ല കാര്യമുള്ളതാണോ? അല്ല, അതുകൊണ്ടായിരിക്കും അവർക്കിപ്പോൾ മാനസിക രോഗ പട്ടം കൊടുത്തത്. നമ്മൾ തുടക്കം അതായിരുന്നു. ആർക്ക് മാനസിക രോഗം?
ഈ അത് കൃഷ്ണന്റെ അതാ പടം ഞാൻ വെച്ച് പറഞ്ഞത്, ഇത് മാനസിക രോഗം അല്ലല്ലോ, ഇത് മതരോഗമാണ്. മനസ്സിലായില്ലേ? ഇത് പാർട്ടി രോഗമാണ്. അപ്പം ആ രീതിയിൽ ഉള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിന്ദുവിന് ഐക്യമില്ലാത്തത് കൊണ്ടാണ്. ഇന്നും ഈ ജന്തുക്കളെന്ന് പറയുന്ന ഹിന്ദുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ കണ്ടാലെങ്കിലും കണ്ണ് തുറക്കും. നിങ്ങൾ ഈഴവനായി നിന്നോ, നിങ്ങൾ നായരായി നിന്നോ, പൊലയിലായി നിന്നോ, പറയനായി നിന്നോ, ആർക്കും ഇവിടെ ഒരു പ്രശ്നവുമില്ല. കാരണം എല്ലാ ജാതിക്കും അതിൻ്റേതായ ഗുണമുണ്ട്, മഹത്വമുണ്ട്, ധർമ്മമുണ്ട്, ശുദ്ധിയുണ്ട്, യാതൊരു സംശയവുമില്ല. ഇവരിവിടെ പറയുന്നത് എന്താ? ഈ ചടങ്ങ് നടന്നതും ശ്രീ നാരായണ ഗുരുവിൻ്റെ സങ്കല്പത്തിലുള്ള ഒരു സങ്കേതത്തിൽ വെച്ചാണ്. അതെ, അവിടെ നാരായണ ഗുരുവിനെ പോലും അറിയേണ്ട രീതിയിൽ അറിഞ്ഞിട്ടില്ലാത്ത വിഡ്ഢികളാണിത് പറയുന്നത്. കോട്ടയിൽ നിന്ന് എന്താ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞു. ഇതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ഒരു ജാതിയെ ഉള്ളൂ എന്നാണോ? നാരായണ ഗുരുദേവൻ അറിഞ്ഞൂടെ? അദ്ദേഹത്തിൻ്റെ ശരീരം പോലും 5 ജാതി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അദ്ദേഹം ഒന്ന് മുമ്പോട്ട് നോക്കുമ്പോൾ അദ്ദേഹം കാണുന്നില്ലേ പല ജാതിയിലുള്ള മരങ്ങൾ, പല ജാതിയിലുള്ള പൂക്കൾ, പല ജാതിയിലുള്ള ചെടികൾ ഇല്ലേ? അതെ. ഇപ്പോൾ ഒരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ പല ജാതി വേണ്ടേ? അല്ലെങ്കിൽ സാമ്പാർ ആവുമോ? പല പല ജാതികൾ, കൂടുതൽ ജാതികൾ ചേർന്നത് കൊണ്ടാണ് അവിയൽ ഇത്രയും ഗുണകരവും ഇത്രയും രുചികരവുമായിട്ട് രീതിയിൽ കേരളക്കാർക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പം ജാതികൾ ചേരേണ്ട രീതിയിൽ ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു ശക്തിയായി മാറും, വലിയൊരു ചൈതന്യമായി മാറും. അപ്പം നാരായണ ഗുരുദേവൻ പറഞ്ഞത് ജാതി ഒന്നൊന്നല്ല, ജാതി ഒന്നു മതിയെന്നല്ല, ജാതി വേണ്ടാന്നുമല്ല, ജാതി വിദ്വേഷം പാടില്ല എന്നാണ്. ഇല്ലേ? അതല്ലേ അവിടെ അരുവിക്കരയും അദ്ദേഹം പറഞ്ഞത്, അരുവിപ്പുറത്ത് അദ്ദേഹം പറഞ്ഞത് എന്താണ്? സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും. അവിടെ ജാതിഭേദം, ജാതിയില്ലാതെ എന്നല്ല പറഞ്ഞത്, ജാതിഭേദം. മതമില്ലാതെ എന്നല്ല, മതദ്വേഷം, ഇതേതുമില്ലാതെ. അപ്പം ഭേദചിന്തയും ദ്വേഷവികാരവും പാടില്ല. അപ്പോൾ എന്താ ഇവിടെ നാരായണ ഗുരുദേവനെ പറ്റി അവർ പറയുന്നത്? അപ്പം നാരായണ ഗുരുദേവൻ്റെ സന്നിധി വെച്ച് നാരായണ ഗുരുദേവൻ ഉണ്ടെങ്കിൽ 16 വയസ്സായ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുമോ? ഈ ഭരണഘടനയ്ക്ക് വിപരീതമായിട്ട് നിൽക്കുമോ? അല്ലെങ്കിൽ ലവ് ജിഹാദിന് അദ്ദേഹം കൂട്ടി നിൽക്കുമോ? ഇതൊന്നും ഇല്ലല്ലോ. അപ്പം ചില സത്യങ്ങൾ മനസ്സിലായി. ഇത് അവനവൻ്റെ മക്കൾക്ക് സംഭവിക്കുമ്പോഴും മാത്രമേ ഈ നേതാക്കന്മാർക്ക് മനസ്സിലാവൂ. ചില നേതാക്കന്മാർക്കൊക്കെ അടുത്ത കാലത്ത് മനസ്സിലായിട്ടുണ്ട്, കാരണം പല മക്കളും ഇങ്ങനെ പോയത് കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇനിയും നമ്മുടെ ഹിന്ദുക്കൾക്ക് ഒരു കണ്ണു തുറക്കുന്നൊരവസ്ഥ വന്നിട്ടില്ല. അത് വരാതിരിക്കാൻ തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അണിയറയിൽ പല ഭാഗത്തു നിന്നും നടക്കുന്നു എന്നുള്ളതുള്ള ഒരു തിരിച്ചറിവുണ്ടാകണം. ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, ഇതേ മുഖ്യമന്ത്രിയല്ലേ നമ്മുടെ ഗംഗേശാനന്ദ, അറിയാമല്ലോ, സ്വാമിയുടെ ഒരു ഇഷ്യൂ വന്നല്ലോ. ഗംഗേശാനന്ദ സ്വാമിജിയുടെ ഇഷ്യൂ വന്നപ്പോൾ എന്താണ് നടന്നതെന്ന് നിങ്ങൾക്കറിയാം ഇല്ലേ? ആ സംഭവം വന്നപ്പോൾ ആ പെൺകുട്ടി ഒരു ധീര വനിതയായിട്ട്, യുവതിയായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയല്ലേ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ചെയ്യേണ്ടത് തന്നെയാണ് ചെയ്തത്, അർഹിച്ചത് തന്നെയാണ് കിട്ടിയത്. പക്ഷേ കോടതി ഉത്തരവ് എന്താ ഇപ്പം വന്നിരിക്കുന്നത്? അദ്ദേഹം നിരപരാധിയാണ്. അദ്ദേഹത്തെ ആക്ഷേപിച്ചതിന് ആര് സമാധാനം പറയും? ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ കസേരയിൽ ഇരുന്നു കൊണ്ട്, സമുന്നതമായ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു പ്രജയ്ക്ക് നേരെ, ഇല്ലേ, സന്യാസിയാവട്ടെ ആരോട്ടെ, ഒരു പ്രജയാണ്, പൗരാവകാശമുള്ള ഒരാളാണ്, അയാൾക്ക് നേരെ സത്യം എന്തെന്ന് അറിയുന്നതിന് കാത്തുപോലും നിൽക്കാതെ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഒരു സന്യാസിയാണ് എന്നുള്ളത് കൊണ്ട് അധിക്ഷേപിക്കുന്നതിന് ഉടനെ തന്നെ തയ്യാറായില്ലേ? ഈ വിവരക്കേടിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഈ ഹുങ്കിനെയാണ്, ഈ അഹങ്കാരത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. വ്യക്തി എന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത്. ഈ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഈ ഒരു ചിന്ത, ഇതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. അതിന് ഹിന്ദുക്കൾ തയ്യാറായേ പറ്റൂ. ഇവിടുത്തെ ഹിന്ദുക്കളെ സംബന്ധിച്ച് ഒരു പാതിരിയെയും നമ്മൾ ആക്ഷേപിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. ആവശ്യമില്ല. ഒരു രാഷ്ട്രീയക്കാരെയും ഒരു പാർട്ടിക്കാരനെയും നമ്മൾ ആക്ഷേപിച്ചിട്ടില്ല. ഈ പാർട്ടിക്കാരനെയൊക്കെ വളർത്തി നിർത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുവാണ്, ഇല്ലേ? ഇവരെയൊന്നും ആളുകൾ കൈവയ്ക്കാതിരിക്കുന്നത് ഹിന്ദുക്കളിൽ കൂടുതലുള്ളത് കൊണ്ടാണ്. ആണോ? തീർച്ചയായിട്ടും. പിന്നെ എന്ത് മതേതരത്തെ അവർ ഈ പറയുന്നത്? ഇവിടെ മുസ്ലിമിനെ 2047 ആകുമ്പോൾ ഹിന്ദു രാഷ്ട്രമായി മാറും എന്ന് പറയുന്നു, ഇല്ലേ? മലപ്പുറത്ത് ഇപ്പം എന്താ നടക്കുന്നത്? UDF അങ്ങോട്ട് ജയിക്കട്ടെ ഇവിടെ, അപ്പം അറിയാം ഇവിടെ തലപ്പത്ത് ആരൊക്കെ വരണം. ഓരോ ഡിപ്പാർട്ട്മെന്റ് ചർച്ച എന്നേ തുടങ്ങിയതാണ്, അല്ലേ? ഞങ്ങൾക്ക് 7 സീറ്റ് വേണം എന്ന് പറയാനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായി? കാരണം ഞങ്ങൾ ഭൂരിപക്ഷമാണ് എന്നുള്ളതല്ലേ? അപ്പം ഞങ്ങൾ ഭൂരിപക്ഷമായി, ഞങ്ങൾക്ക് സീറ്റ് കൂടി വരുമ്പോൾ പിന്നെ ഞങ്ങളാണ് ഭരിക്കുന്നത്. ഇതെന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിഡ്ഢിയും കോൺഗ്രസ് വിഡ്ഢിയും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നാളെ ഇവിടുത്തെ ഈ ഭാരതം ഇസ്ലാം രാഷ്ട്രമായി മാറിയാൽ ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും? ഉണ്ടാവില്ല. ഇവിടെ ഒരു കോൺഗ്രസ്സുകാരുണ്ടാവും? ഉണ്ടാവില്ല.
ഇവിടെ ഒരു BJP കാരനുണ്ടാവും? ഉണ്ടാവില്ല. ഇനി മുസ്ലിം ഇവിടെ സ്വസ്ഥമായി ജീവിക്കുമോ? യഥാർത്ഥ മുസ്ലിങ്ങൾ ആരും സ്വസ്ഥത ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിൽ മുസ്ലിം സ്വസ്ഥരാവണം. അതെ. അല്ലല്ലോ. അല്ല. ബംഗ്ലാദേശിൽ സ്വസ്ഥരാവണം, ഇറാനിൽ സ്വസ്ഥരാവണം, ഇറാഖിൽ സ്വസ്ഥരായി ജീവിക്കണം. അപ്പം ഇവിടെ ഹിന്ദു ഉള്ളത് കൊണ്ടാണ്, ഇവിടെ സനാതന ധർമ്മമുള്ളത് കൊണ്ടാണ്, ഇവിടെ ആചാര്യന്മാരുടെ ഒരു പാരമ്പര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ്, ഇവിടെ ക്ഷേത്രങ്ങളുടെ സംസ്കാരം നിലനിൽക്കുന്നത് കൊണ്ടാണ്, ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളുടെയും ഒരു സമൂഹത്തിന് ശാന്തിയും സമാധാനവും വിതറുന്ന സമ്പ്രദായം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്, അതിനുള്ള അവസരം സൃഷ്ടിക്കുന്ന ഭജനയും അത്തരത്തിലുള്ള കാര്യങ്ങളും സത്സംഗങ്ങളും ഇവിടെ നടക്കുന്നത് കൊണ്ടാണ്, ഓം ശാന്തി 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 എന്ന് പറയുന്ന സന്ദേശം ഇവിടെ പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് എന്തും നമ്മെ പറയാൻ ഉള്ള സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് ഈ വിഡ്ഢികൾ തിരിച്ചറിയുന്ന കാലം വരുമ്പോൾ മാത്രമേ ഇവിടെ സമാധാനം ഉണ്ടാവൂ. ഇല്ലാത്തടത്തോളം ഹിന്ദുവിനെ പ്രകോപിപ്പിച്ച് സാമവും ദാനവും ഭേദവും കഴിയുമ്പോൾ ഹിന്ദു അവസാനത്തെ കാര്യം ചെയ്യേണ്ടി വരും. രാമൻ ചെയ്തതും അത് തന്നെ, രാവണനെതിരെ കൃഷ്ണൻ ചെയ്തതും അത് തന്നെയാണ്.